ഡോക്ടർ രാജു വ്യൂസ് ആൻഡ് മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുന്നതായിട്ടുള്ള പ്രദീപ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് ചില വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ടു. നമുക്ക് അദ്ദേഹത്തോടുമായിട്ട് ഈ ഉച്ചവേളയിൽ നമുക്ക് ഒരു ഇന്റർവ്യൂ തന്നതിനായിട്ട് നമുക്ക് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് 40 വയസ്സുണ്ട്. ഈ 40 വയസ്സിലും അദ്ദേഹം സന്തുഷ്ടവാനായിട്ട് ജീവിക്കുന്നു. എന്താണ് സാറേ പറ്റിയത്? പറ്റിയത്? നമസ്കാരം. ഞാൻ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു ചെയ്തത്. ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഇത് വന്നതല്ലേ? അതെ അതെ അതെ. എന്നിട്ട് എന്തോ ചെയ്തു? ഇപ്പം പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തു. 200th ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. അതിനുശേഷം 8 മാസത്തിന് ശേഷം വീണ്ടും തിരിച്ച് ജോലിക്ക് കയറേണ്ടി വന്നു. അന്ന് എന്തൊക്കെ പ്രയാസങ്ങളൊക്കെ? ഒരുപാട് പ്രയാസങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് 2 കണ്ണും കൊണ്ട് നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു കണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു. ആ ഒരു തരണം ചെയ്യേണ്ടി വന്നു അല്ലേ? ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ? സഹായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ. അതെ അതെ. പിന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിൽ എന്തോ പറ്റിയതാണ്? കേടായിരുന്നോ? അതിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അത് ചെന്ന് തുറന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ചതാണ്. അപ്പോൾ വിവാഹം ഒക്കെ അതിന് മുമ്പായിരുന്നു. 2020 ജൂൺ 14. ജൂൺ 14, 2020. അതെ അതെ. ഇപ്പോൾ എത്ര മക്കളൊക്കെ ഉണ്ട്? ഇപ്പൊ 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികള്. ഈ ഹോസ്റ്റലുകാരെ ജോലി നിഷേധിക്കുകയെല്ലാം ഇല്ല 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 ഇല്ല. അവര് നമ്മുടെ നല്ല കോപ്പറേറ്റീവ്. ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സഹകരണമായിരുന്നു. പിന്നെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും സഹായം? ഗവൺമെന്റ് തലത്തിൽ സഹായങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ESA വഴിയാണുള്ളത്. ESA എന്നുള്ളത് നമുക്ക് പെർ മന്ത് എന്നുള്ള രീതിയിൽ ചെറിയ പെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. 40,000 രൂപയോളം കിട്ടുന്നുണ്ട്. അതേ. പിന്നെ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചു ഇതുകൊണ്ട്? ഒരുപാട് വിഷമങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പോഴും വിഷമത്തിലാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. പിന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്, തരണം ചെയ്ത് പോകുന്നു. 2 കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് പ്രചോദനം നൽകുന്നു. അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല. അതെ 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 അതെ. അതെ അതെ അതെ. ഈ സന്തോഷത്തിന്റെ കാര്യം എന്താണ്? അത് നമ്മുടെ മുന്നോട്ടുള്ള 2 കുട്ടികളുണ്ട്, വൈഫുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പൊ അവരെ നമ്മള് സന്തോഷത്തോടു കൂടി നിന്നെങ്കില്ലെങ്കിൽ അവരുടെ കാര്യത്തിന് തീരുമാനമാകും. അതുകൊണ്ടാണ്. അതെ അതെ. നാട്ടുകാരൊക്കെ സഹായിക്കുകയെല്ലാം ചെയ്തോ? ഇല്ല, നാട്ടുകാരെ പ്രത്യേകിച്ച് സഹായിച്ചില്ല. കാര്യം ആ സമയം കോവിഡ് സമയമായിരുന്നു. എല്ലാവരും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട്. കോവിഡ് സമയത്തായിരുന്നു. വീട്ടിലെ അച്ഛന്, അമ്മ, വൈഫ്, 2 കുട്ടികള്. അച്ഛന് എനിക്ക് എനിക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷം അച്ഛന് അറ്റാക്ക് വരുകയാണ് ചെയ്യുന്നത്. അറ്റാക്ക് വന്നു. ഇല്ല, അച്ഛൻ ഇപ്പം വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ വീട്ടിലുണ്ട്. അതെ അതെ അതെ. ഞാൻ ഒരു മോനേ ഉള്ളു വീട്ടിലെ. അപ്പം എന്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒറ്റ കണ്ണുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒറ്റക്കണ്ണെന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. കാഴ്ചയിൽ വ്യത്യാസം ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് വളരെ കെയർഫുള്ളോടുകൂടി നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സ്. വണ്ടി ഓടിക്കുവോ? അത്യാവശ്യം ചെറിയ രീതിയിൽ വണ്ടി ഓടിക്കും. അപ്പം ജോലിക്ക് പോകാനും വരാനും വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് അതിനു വേണ്ടിട്ട് വണ്ടി ഓടിക്കും. ചെറിയ പോയിന്റ് വ്യത്യാസം കുറവ് കാണിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലുകാരൊക്കെ നമ്മളെ സഹതാപപൂർവ്വമാണ് കാണുന്നത്. അതെ അതെ അതെ. ജീവിതത്തില് ഈ ഒറ്റക്കണ്ണുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട്? നമുക്ക് എല്ലാ കാര്യത്തിലും പ്രയാസമാണ്. ഏത് കാര്യത്തിലും നമുക്കിപ്പം അങ്ങോട്ട് പോകുമ്പം ഈ സൈഡിൽ വല സൈഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് നമുക്കൊന്നും കാണാത്തതുകൊണ്ട് എല്ലാത്തിലും ബാധ്യതയാണ്. ചിലപ്പം ഓർക്കാതെ തന്നെ തട്ടി ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യങ്ങളും എനിക്ക് ഈ സൈഡ് ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ആ ആ അങ്ങനെ ഒത്തിരി നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. അത് തന്നെ ബുദ്ധിമുട്ടിലാണ്. ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ ആ പിന്നെ പ്രദീപ് നമ്മളുടെ ഒരു ജീവിക്കുന്ന ഒറ്റക്കണ്ണ് അപകടത്തിൽ കൂടി നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒറ്റക്കണ്ണ് കൊണ്ട് ജീവിക്കുന്ന ഒരു അദ്ദേഹമാണ്. നമ്മളോട് സഹകരിച്ചതിനായിട്ട് വളരെ നന്ദി പറയുന്നു. അദ്ദേഹം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ പത്തനാപുരത്താണ് ജോലി ചെയ്യുന്നത്. എങ്കിലും സന്തോഷമായി കാണുമ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തോട് രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് ചോദി. നമ്മളോട് സഹകരിച്ച എല്ലാത്തിനും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ.